അമ്പലം വിഴുങ്ങികൾ എന്നൊരു നാട്ടുപ്രയോഗമുണ്ട്. ദൈവത്തിന്റെ സ്വത്ത് കട്ട് ജീവിക്കുന്നവർ. ഇത്തരം പല തട്ടിപ്പ് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒന്നാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് വിവാദം. 7 കോടിയോളം രൂപയുടെ സംഭാവനകൾ തട്ടിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് കേസിൽ നിർണായക അറസ്റ്റുകൾക്ക് പിന്നാലെ ഇന്ന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചിരിക്കുകയാണ്. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിന്റെ വാർത്തയിലേക്കാണ് വിശദമായി ഇനി നമ്മൾ കടക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് ലഭിച്ച സംഭാവനകളിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ചമ്പത് റായിയുടെ രാജി. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റി അനിൽ മിശ്രയും രാജി നൽകിയിട്ടുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിയെന്നാണ് ഇരുവരുടെയും വിശദീകരണം. എന്നാൽ FIR രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ 8 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെയാണ് അതിവേഗ രാജിയിലേക്ക് കാര്യങ്ങൾ നീണ്ടത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ അതിവേഗത്തിലാണ്. ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം എണ്ണുന്ന ജീവനക്കാരായ ലവ് കുശ് മിശ്ര, അനുകൽപ് മിശ്ര എന്നിവർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് 10 ലക്ഷം രൂപയാണ്. എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടെ ഇവർ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറകളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ അറസ്റ്റിലായത് 8 പേർ. ഇവരെ ഫൈസാബാദ് കോടതിയിൽ ഹാജരാക്കും. മോഷണം, ക്രിമിനൽ വിശ്വാസവഞ്ചന, മോഷ്ടിച്ച സ്വത്ത് ഒളിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് FIR-ൽ ഉള്ളത്. അഴിമതി നിരോധന നിയമപ്രകാരവും കുറ്റം ചുമത്തിയിട്ടുണ്ട്. 8 പേരിൽ ഒതുങ്ങുമോ ഈ അന്വേഷണം? ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവർ. അവരിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ തട്ടിപ്പ്? ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ക്ഷേത്രത്തിന് ലഭിക്കുന്ന സംഭാവനകൾ, ക്ഷേത്ര ഭണ്ഡാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവർ സംഘം ചേർന്ന് കൊള്ള നടത്തുന്നു എന്നാണ് മുൻ ജീവനക്കാരൻ മഹിപാൽ സിംഗ് വെളിപ്പെടുത്തിയത്. ഇതോടെയാണ് തട്ടിപ്പ് പുറം ലോകമറിഞ്ഞത്. 2020 ഫെബ്രുവരി 5-നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചത്. പണമായി മാത്രം ഏകദേശം 3500 കോടി രൂപ സംഭാവനയായി ലഭിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. 2 കോടി രൂപയുടെ വെള്ളി ഇഷ്ടിക നൽകിയ വ്യവസായി ഡോക്ടർ രാജു മാൻവാനി ഇതിന്റെ രസീത് നൽകിയിട്ടില്ല എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3 കിലോ വെള്ളിഹാരവും പാതകങ്ങളും സമർപ്പിച്ച മുംബൈയിലെ വ്യവസായി അനിൽ വിശ്വകർമ്മയ്ക്കും രസീത് നൽകിയിട്ടില്ല. ഭൂമി പൂജ നടക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ നോർത്ത് ഇന്ത്യ തലവനായ അനുരാഗ് റസ്തോഗി സംഭാവനയായി നൽകിയത് 39.26 കിലോഗ്രാം വെള്ളിയാണ്. എന്നാൽ ഭൂമി പൂജയ്ക്ക് ഇവയൊന്നും എവിടെയും കണ്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ സാധാരണ ക്ഷേത്ര ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ തട്ടിയെടുക്കാൻ കഴിയുമോ? സംശയമുന്ന പലരിലേക്കും നീളുന്നുണ്ട്. അതിനും വേണം ഉത്തരം. വൻ സ്രാവുകൾക്ക് വല വിരിക്കുന്നില്ലേ എന്ന ചോദ്യം സന്യാസ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. राम जन्मभूमि पर तो पुजारी सत्येंद्र कुमार भर्ती किए हैं, चाहे सो व्यवस्था है। इन लोगों को कौन एजेंसी भर्ती किया है? हेड कर रहा है ना, तो जिम्मेवार उसका है। तो कहते 8 लड़का पर भर्ती थी हो गया, क्या नाम है, FIR हो गया। उससे FIR होने से क्या हुआ? कभी सुनेंगे मजदूर पर FIR भया? इनको मजदूर किसने वहाँ पर नियुक्त किया? कैसे ले गए? ये चंपत राय और जो भी जो मेन जो लोग हैं उन लोगों को पूछना चाहिए। उनसे पूछो SIT किसको 15 रुपये क्या रिपोर्ट समझा? SIT वाला बात मुकदमा नहीं है। ये कौन है? ये 8 लोगों पर मुकदमा किया गया है। SIT किया है कि कोई और पार्टी किया है? അപ്പോൾ സന്യാസ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ പല സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുന്ന ഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ വിവാദവും രാഷ്ട്രീയ ആയുധവുമായി കൂടി ഈ വിഷയം മാറുകയാണ്. UP നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുമ്പോഴാണ് ഈ വിവാദം ഇങ്ങനെ കത്തിക്കയറുന്നത്. വിവാദം BJPയെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് വിവാദം സംഘപരിവാറിനെ ആകെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിനായുള്ള പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയാണ് രാജിവെച്ച ചമ്പത് റായ്. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനാണ്. ഉന്നതർ സംരക്ഷിക്കപ്പെടുമെന്നാണ് അയോധ്യയിലെത്തിയ കെജ്രിവാളിന്റെ ഒളിയമ്പ്. और जो इतना बड़ा घोटाला हो गया यहाँ पे, भगवान राम के जो चढ़ावे की चोरी हो गई और इतने सारे सोने चांदी के आभूषण और सब चोरी हो गया।
हमने भगवान से प्रार्थना की कि जो भी लोगों ने इस तरह से महापाप किया है उन्हें भगवान कठोर से कठोर दंड दें। FIR दर्ज हो गया, 8 लोग अभी 4 बजे बात करेंगे ना। FIR जो हुई है वो केवल एक दिखावा है, एक छलावा है। 8 छोटे छोटे कर्मचारियों को गिरफ्तार किया गया है। इतने दिनों से जो घोटाला चल रहा था, जाहिर तौर पे इतने दिनों से घोटाला कोई छोटे छोटे कर्मचारी नहीं कर रहे थे। इसके तार बहुत ऊपर तक जुड़े हुए हैं। बड़े लोगों को बचाने की कोशिश की जा रही है, छोटे लोगों के सर पे ठीकरा फोड़ा जा रहा है। സംഭവം വലിയ നാണക്കേടും രാഷ്ട്രീയ വിവാദവുമായതോടെ ശക്തമായ നിലപാടുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തു വരുന്നു. കുറ്റക്കാരോട് യാതൊരു ദയയും ഉണ്ടാകില്ല എന്നതാണ് യോഗിയുടെ നിലപാട്. प्रभु श्री राम की मर्यादा का पालन करना सीखो। और अयोध्या के बारे में जो कतिपय समाचार मिल रहे थे, हमने कहा था SIT गठित की गई है। SIT की रिपोर्ट आने के साथ ही हमारी कार्रवाई भी प्रारंभ हो जाएगी। और आपने देखा होगा SIT की रिपोर्ट आई, तुरंत कार्रवाई प्रारंभ हो गई। और मैं आश्वस्त करता हूं, जो मैंने कहा था, दूध का दूध और पानी का पानी हम करके रहेंगे। जन आस्था के साथ खिलवाड़ स्वीकार्य नहीं। सनातन आस्था के साथ जो भी खिलवाड़ करेगा उसका भुक्तभोगी होगा। किसी को छूट नहीं दी जा सकती। लेकिन बहनों और भाइयों, मैं आप सबको इस बारे में भी कहना चाहूंगा, पूरे प्रदेशवासियों से मैं कहना चाहूंगा, सभी राम भक्तों से मैं अपील करना चाहूंगा, ये जो लोग आज आक्षेप कर रहे हैं, उठाने का कुत्सित प्रयास कर रहे हैं, इनकी मनसा अच्छी नहीं है। ये वे लोग हैं जो भगवान राम को नकार चुके थे, भगवान राम के अस्तित्व पर प्रश्न खड़ा कर चुके थे। കുറ്റക്കാർക്കെതിരെ ദയയില്ലാത്ത നിലപാടുണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ കഴിയുമോ? സംഭാവന തട്ടിപ്പിലെ സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്നതുകൂടി കാത്തിരിക്കുകയാണ് എല്ലാവരും. നമുക്കറിയാം, ക്ഷേത്രഭരണം സർക്കാർ ഇതര സംവിധാനത്തെ ഏൽപ്പിക്കണം എന്നതാണ് സംഘപരിവാർ സംഘടനകൾ രാജ്യത്താകെ സ്വീകരിക്കുന്ന നിലപാട്. ശബരിമലയുടെ കാര്യത്തിൽ പോലും ഈ നിലപാട് ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ സ്വതന്ത്ര ട്രസ്റ്റ് ഭരണം നടത്തിയ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അവർ എങ്ങനെ തലയൂരുന്നു എന്നതാണ് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.